മലയാളികൾക്ക് ഓരോരുത്തർക്കും അഭിമാനം കിട്ടിയ ഒരു നിമിഷവും കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിലും സഞ്ജു സാംസൺ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കിയത്. തുടർച്ചയായി 2 തവണ ഈ T20 ലോകകപ്പിൽ ഇന്ത്യൻ ജേഴ്സിയിൽ ഒരാൾ പോലും മാൻ ഓഫ് ദ മാച്ച് സ്വന്തമാക്കിയിട്ടില്ല. ആ നേട്ടവും സഞ്ജുവിൻ്റെ കൈകളിലാണ്. 97 വെസ്റ്റ് ഇൻഡീസിനെതിരെ, 89 ഇംഗ്ലണ്ടിനെതിരെ. എന്നാൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം കിട്ടുന്ന സമയത്ത് സഞ്ജു സാംസൺ പറഞ്ഞ ഒരു വാചകം വളരെയധികം ശ്രദ്ധയിൽപ്പെട്ടു. സഞ്ജു പറഞ്ഞത് ബുംറ വൺ ഓഫ് ദ ബൗളർ ഇൻ ഹിസ് ജനറേഷൻ എന്നാണ്. അതായത് ഈ ജനറേഷനിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ജസ്പ്രീത് ബുംറ. ബുംറയുടെ ആ ഓവർ ടൈറ്റ് ആയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടിയെന്ന് വരില്ല. ജേക്കബ് ബെത്തൽ ആ അവാർഡിന് അർഹനായനെ. ഞാനിപ്പോൾ ഈ അവാർഡും പിടിച്ചു നിൽക്കുന്നത് ജസ്പ്രീത് ബുംറ എറിഞ്ഞ ആ ഓവർ കൊണ്ട് മാത്രമാണെന്ന് സഞ്ജു പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം അയാളുടെ സെൽഫ്ലെസ്നെസ്സിനെ, ഈഗോ ഇല്ലായ്മയെ. കാരണം സഞ്ജുവിന് കൃത്യമായി അറിയാം ബുംറ എറിഞ്ഞ ആ ഓവർ തന്നെയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. ആ ഓവർ ടൈറ്റ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ ഫൈനൽ കാണേണ്ടി വരില്ല. അപ്പോഴാണ് സഞ്ജു പറയുന്നത് തൻ്റെ ഇന്നിങ്സിനേക്കാൾ പ്രധാനം ബുംറയുടെ ആ ഒരൊറ്റ ഓവറാണ്. അങ്ങനെ പറയണമെങ്കിൽ ഇറ്റ് ഡിസേർവ്സ് എ ലോട്ട് ഓഫ് കറേജ്, ഡിസേർവ്സ് എ ലോട്ട് ഓഫ് സെൽഫ് റെസ്പെക്ട്. അതോടൊപ്പം തന്നെ ഒരു ഈഗോ ഇല്ലായ്മ ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ കഴിയൂ എന്നുള്ളത് വിശദമായി തന്നെ പറയാം. എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യക്കെതിരെ കളിച്ച കളിയിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റനായ ഷായ് ഹോപ്പ് ഇതുപോലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്. വെസ്റ്റ് ഇൻഡീസ് തോക്കാനുള്ള കാരണം അവസാന ഡെത്ത് ഓവറിലൊക്കെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റർമാർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയാത്തതാണ്. പറഞ്ഞത് ഷായ് ഹോപ്പാണ്. 32 പന്തിൽ നിന്നും 33 റൺസാണ് ഷായ് ഹോപ്പിൻ്റെ ആ മത്സരത്തിലെ സംഭാവന. T20 മത്സരത്തിൽ സ്ട്രൈക്ക് റേറ്റ് 100. എന്നാൽ തൻ്റെ ഇന്നിങ്സ് ലോകോത്തരമെന്നായിരുന്നു ഷായ് ഹോപ്പിൻ്റെ ചിന്ത. തന്നെക്കുറിച്ചോ തൻ്റെ ഇന്നിങ്സിനെ കുറിച്ചോ വിമർശിക്കാൻ തയ്യാറാവാത്ത സ്വയം വിമർശനത്തിന് അതീതമായ ഷായ് ഹോപ്പ് ടീമിലെ മറ്റ് പ്ലെയേഴ്സിനെയാണ് ട്രോളുകയും കളിയാക്കുകയും ചെയ്തത്. കാരണം അവർ അടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റതെന്നാണ് ഷായ് ഹോപ്പ് പറഞ്ഞത്. അങ്ങനെ നിൽക്കുന്ന ഒരു ജനറേഷന് മുന്നിലാണ് ബുംറ കളിച്ചതുകൊണ്ടാണ് താൻ ഈ അവാർഡ് സ്വന്തമാക്കിയെന്ന് പറയുന്ന സഞ്ജു സാംസൺ എഴുന്നേറ്റ് നിന്ന് കയ്യടി കൊടുക്കണം. മറ്റൊരു സന്തോഷകരമായ കാര്യം, ഈ മാച്ചിന് ശേഷം മീഡിയ വന്ന് കാണാൻ നിന്നത് സഞ്ജു സാംസണാണ്. ആ പ്രസൻറ്റേഷൻ, ആ ഹ്യൂമിലിറ്റി, ആ ഹംബിൾനെസ് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു. ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസ് കോൺഫറൻസ് ആയിരുന്നു സഞ്ജു ഒരുക്കിയത്. വളരെ രസകരമായിരുന്നു ആ പ്രസ് കോൺഫറൻസ് കണ്ടിരിക്കാൻ തന്നെ. സഞ്ജു വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന കാഴ്ച, അതോടൊപ്പം തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി. അതിനകത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഒരു മാധ്യമപ്രവർത്തകൻ സഞ്ജുവിനോട് പറഞ്ഞത്, സഞ്ജു ടഫ് ലക്ക്, 2 മത്സരങ്ങളായി സെഞ്ചുറി അടിക്കാൻ കഴിഞ്ഞില്ല. ഒന്നിൽ 97 നോട്ട് ഔട്ടായി, മറ്റൊന്നിൽ 89 ഔട്ടായി. എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ സഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, സാർ സെഞ്ചുറി അടിച്ചില്ല എന്ന് പുച്ഛിച്ച് പറയല്ലേ, ഒന്ന് 97 ഒന്ന് 89, അത് അടിച്ചെടുക്കാൻ നല്ല പാടാണെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാധ്യമപ്രവർത്തകരും പൊട്ടി ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ചുറ്റും കൂടിയിരുന്ന മാധ്യമപ്രവർത്തകർക്കും അറിയാം ആ 2 ഇന്നിങ്സുകൾക്കും സെഞ്ചുറിയുടെ പൊൻതിളക്കമുണ്ടെന്ന്. പറഞ്ഞ സഞ്ജുവിനും അറിയാം താൻ എന്താണോ ടീമിന് വേണ്ടി ഏറ്റെടുക്കാൻ കാണിച്ച ആ റോള് അത് താൻ നിറവേറ്റി എന്നുള്ളത്. സഞ്ജുവിന് വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ ഈസി ആയിട്ട് സെഞ്ചുറി അടിച്ച് പോകാം. പക്ഷേ സഞ്ജു അത് നിൽക്കാതെ എന്തുകൊണ്ടാണ് എക്സ്ട്രാ കവറിലൂടെ 6 അടിക്കാൻ ശ്രമിച്ചത്? ടീമിന് വേണ്ടിയിട്ടാണ്. 13 ഓവറിൽ 160 നിൽക്കുന്ന ഇന്ത്യൻ ടീമിനെ ഏറ്റവും മികച്ച ടോട്ടലിലേക്ക് കൊണ്ടെത്തിക്കുക. വാങ്കഡെ പോലൊരു ഫ്ലാറ്റ് പിച്ചിൽ ബാറ്റർമാർക്ക് അത്രയധികം ആയുസ് കൊടുക്കാൻ കഴിയുന്ന പിച്ചിൽ ബാറ്റ്സ്മാൻ അറിയാം കൂടുതൽ റൺസ് നേടിയേക്കാം. കാരണം സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോഴും വിക്കറ്റിൽ വലിയ മാറ്റമൊന്നുമില്ല എന്ന് സഞ്ജു പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ ഇംഗ്ലണ്ടിനും കെൽപ്പുണ്ടെന്ന് അടിക്കാൻ കഴിയും, അതുകൊണ്ട് മാക്സിമം റൺസ് വാരിയെടുക്കുക എന്നത് തന്നെയാണ് സഞ്ജു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ വ്യക്തിഗത ടോട്ടൽ ഇൻഡിവിജ്വലിലേക്ക് നോക്കാതെ ടീമിന് വേണ്ടിയിട്ട് ഒരു സെഞ്ചുറി അടിക്കാൻ വേണ്ടിയിട്ടുള്ള സഞ്ജുവിൻ്റെ ശ്രമം അവിടെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ വിമർശനങ്ങൾക്കൊന്നും തന്നെ ഒരു രീതിയിലുമുള്ള നിലനിൽപ്പില്ല എന്ന് പറയാനുള്ള കാരണവും. സഞ്ജു കളിച്ചത് ടീമിന് വേണ്ടിയിട്ടാണ്, സഞ്ജുവിന് വേണ്ടിയിട്ടല്ല. ആ ഇന്നിങ്സിന് ടീം കൊടുക്കുന്ന നിലനിൽപ്പിൻ്റെ ഇന്നിങ്സ് കൊണ്ട് മാത്രമായിട്ടേ കൂട്ടാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് സഞ്ജുവിന് വ്യക്തിഗതമായി സെഞ്ചുറി കിട്ടാത്തത് ഒരിക്കലും ആരും കുറ്റം പറയാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും വരില്ല എന്നത് സഞ്ജുവിനും കൃത്യമായിട്ടറിയാം. പക്ഷേ ആ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ ബുംറയെ പ്രശംസിച്ച വാക്കുകൾ, അതോടൊപ്പം തന്നെ തൻ്റെ വ്യക്തിഗതമായ ഇന്നിങ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഹംബിൾനെസ്സോടുകൂടി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ സഞ്ജു വിലയിരുത്തുമ്പോൾ ഹീ ഈസ് എ പ്ലെയർ ഇൻ ക്ലാസ്, ഹി ഹാസ് ഗുഡ് ബിഹേവിയർ എന്നത് ക്രിക്കറ്റ് അനലിസ്റ്റുകളെപ്പോലും വിലയിരുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. സ്വാഭാവികമായിട്ടും 2 മത്സരങ്ങളായി ഏറ്റവും നല്ല ടൈമിങ്ങിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറിനെ ന്യൂസിലൻഡിലും നമ്മൾ അതേപോലെ തന്നെ പ്രതീക്ഷിക്കും. പക്ഷേ ഇനിയിപ്പോൾ അഥവാ ന്യൂസിലൻഡിനെതിരെ സഞ്ജു കളിച്ചാലും ഇല്ലെങ്കിലും, ആ റിവെഞ്ച് എടുത്താലും ഇല്ലെങ്കിലും സഞ്ജു ടീമിൽ T20 ലോകകപ്പിന് ശേഷവും ടീമിൽ നിലനിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. T20 മത്സരങ്ങളിൽ ഇനിയും നീലക്കുപ്പായത്തിൽ സഞ്ജു കളിക്കുമെന്നാണ് പ്രതീക്ഷ. സഞ്ജുവിൻ്റെ ക്യാപ്ഷൻ പോലെ അത് വിയർപ്പ് തുന്നിയിട്ടുണ്ടാക്കിയ കുപ്പായമാണ്. അത് പെട്ടെന്ന് ആർക്കും കീറിക്കളയാനും കഴിയില്ല,
എടുത്തുകൊണ്ട് പോകാനും കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.